ഹലോ ഗൈസ്, അല്ലി ഒമന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബെറോ സിനിമയുടെ റിവ്യൂ ആണ്. ബെറോ സിനിമയുടെ മോഹൻലാൽ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു അടിപൊളി എന്ന് പറയാൻ പറ്റാത്ത ഒരു സിനിമയാണ്. ഞാൻ സിനിമയുടെ കാസ്റ്റ് ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം. മോഹൻലാൽ ടോപ്പ് കാസ്റ്റ് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ കുറേ ആക്ടിങ് ഒന്നും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. അതാണ് മുമ്പേ പറയാനുള്ളത്. മോഹൻലാലിൻ്റെ ആക്ടിങ് ഒന്നും വലിയ രസമില്ലായിരുന്നു. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ ഇത് കുറച്ച് സീൻസിലൊക്കെ ആൻ്റണി പെരുമ്പാവൂർ ഉള്ളായിരുന്നു. പിന്നെ എല്ലാവരും അറിയാവുന്ന ഡയറക്ഷൻ മോഹൻലാൽ തന്നെയാണ്. അതുകൊണ്ടാണ് സിനിമ പൊട്ടിയും പോയത്. റൈറ്റർ കലവൂർ രവികുമാർ. റൈറ്ററും സിനിമ വലിയ രസമൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ എഡിറ്റിംഗ് ആണ് ഒട്ടും കൊള്ളാത്തത്. എഡിറ്റിംഗ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് സാന്തി ആൻ്റണിയും ആൻ്റണി പെരുമ്പാവൂരും ബി ദിവി പിള്ളയുമായിരുന്നു. പിന്നെ എഡിറ്റർ, അതാണ് മെയിൻ ഘടകം, ഒട്ടും കൊള്ളത്തിലായിരുന്നു ബി അജിത് കുമാർ. പിന്നെ ആർട്ട് ഡയറക്ടർ സന്തോഷ് രാമനായിരുന്നു. പിന്നെ ഏറ്റവും വളിപ്പായിട്ട് എനിക്ക് തോന്നുന്നു മോഹൻലാൽ തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ ആക്ടിങ് ആയാലും കൊള്ളത്തില്ല. പിന്നെ മോഹൻലാൽ പറഞ്ഞായിരുന്നു കുട്ടികൾക്കുള്ള സിനിമയാണ്. പക്ഷെ കുട്ടികൾ വരെ ട്രോളിയ ഒരു മലയാള ചിത്രമാണ് ബാരോസ് മൂവി. അതിൽ കുളത്തിൽ തെങ്ങിൻ്റെ മൂടെടുത്ത് തിരിച്ച് അതിലിരിക്കുന്ന തേങ്ങേന് പകരം മോഹൻലാൽ ഇരിക്കുന്ന സീൻസൊക്കെ എഡിറ്റിങ്ങിൽ എൻ്റെ മോനെ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ മോഹൻലാൽ വാൾപേപ്പർ പോലെ പൊങ്ങിപ്പോകുന്ന അതും കൊള്ളത്തില്ലായിരുന്നു. ഒന്നും കൊള്ളത്തില്ലായിരുന്നു സിനിമയിൽ. വളിപ്പായിരുന്നു. പിന്നെ ഡയറക്ടർ മോഹൻലാൽ, റൈറ്റർ കലവൂർ രജികുമാർ. പിന്നെ കാസ്റ്റ് മോഹൻലാൽ, പ്രണവ് ഏറ്റവും അവസാനം എന്ത് കാണിച്ചേ എനിക്ക് ഇവര് മനസ്സിലായില്ല. പ്രണവ് മോഹൻലാൽ, മായ റായോ വെസ്റ്റ്, ജൂൺ വിഗ്. ഇവരൊക്കെ ഇങ്ങനെ തല കാണിച്ചിട്ടേ ഉള്ളൂ. ജൂൺ വിഗ്, നെരിയ കമാച്ചോ, തുഹിൻ മേനോൻ, ആൻ്റണി പെരുമ്പാവൂർ, ഇഗ്നാക്സ്. ഇതിന് പേരുടെ ഇതൊക്കെ. പിന്നെ അതിൽ ഒരു പാട്ടുണ്ട്. മോഹൻലാൽ പാടിയത്, അതുകൊണ്ട് അതും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ കള്ളി ലൂയി തെരേസ ഡ ഗമ, ആ തെരേസയായിട്ട് അഭിനയിച്ചത് അവരാ. പിന്നെ കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ മോഹൻലാൽ ബെറോസ് എന്ന് പറഞ്ഞ മോഹൻലാൽ പ്രണവുന്നുണ്ട്. അനോണിമസ് അവര് എന്തുവാണ് വളർത്തു സിനിമയായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സിനിമ. പിന്നെ ഇതിൽ 2 സിനിമയുടെ റിവ്യൂ പറയുന്നുണ്ട്. 2 സിനിമ ഏതാന്ന് പറഞ്ഞാൽ മാർക്കോടെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കാര്യം ഇതെനിക്ക് നല്ലോണം ഇഷ്ടമൊന്നും പറ്റിയില്ല. മാർക്കോ ഇതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ ബെറോസ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് സിനിമ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലായിരുന്നു. എൻ്റെ മാർഗം ഉണ്ടായിരുന്നു. പാരസ് എന്ന് പറഞ്ഞാൽ ഹോളിവുഡിൽ ഏത് സിനിമയുണ്ട് പാരോസ് എന്ന് പറഞ്ഞു. അതാണ് ഹലോ ഗൈസ്, ഒരു സംഭവം ഉണ്ടെന്ന് ഇപ്പം ചോദിച്ചു തരാം.
ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കോയുടെ ഇതിൽ പറയുന്നത് കേട്ടോ. ഡയറക്ടർ ഹനീഫ് അദാനി. എൻ്റെ മോനെ അടിപൊളിയായ സിനിമ. ഞാൻ സോണി ലൈവിലായിരുന്ന സിനിമ ഉണ്ട്, പ്രൈം വീഡിയോയിലുണ്ട്, ജിയോ ചാനലുണ്ട്. അത് മലയാളമല്ല, മലയാള സോണി ലൈവിലുള്ളൂ. ഒരു അടിപൊളി സിനിമയായിരുന്നു. ഡയറക്ടറും റൈറ്ററും ഹനീഫ് അദാനിയാണ്. ഭയങ്കര രസമായിട്ടാണ്. പിന്നെ ഉണ്ണിമുന്തനാണ് ഇതിൽ നായകൻ. നമുക്കെല്ലാവർക്കും അറിയാം, അടിപൊളിയായിരുന്നു. പിന്നെ ഷരീഫ് മുഹമ്മദാണ് ഇത് പ്രൊഡ്യൂസർ ഷരീഫ് മുഹമ്മദായിരുന്നു. ഇതിൽ ഞാൻ കുറേ പേര് പറയാം കേട്ടോ. കാസ്റ്റ് ഉണ്ണി മുന്തൻ, മാർക്കോ, ടോണി ഐസക്, ജഗദീഷ് ടോണി ഐസക്, കബീർ ദുഹാൻ സിംഗ്, സൈറസ്. അതിൻ്റെ സീൻ വില്ലനായിരുന്നു. അവസാനം തല വെട്ടിക്കളയും. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ യുക്തി തരേജ, മറിയ, ലിഷോയി, അഡട്ട് വർഗീസ്, ദിനേശ്, പ്രഭക്കർ, CI അശോക്, ശ്രീജിത്ത് രവി, മാത്യൂസ്, മണ്ഡവ, സായി കുമാർ, ഫൈറ്റർ ആളുണ്ടായിരുന്നു. അർജുൻ, നന്ദകുമാർ, സിദ്ദിഖ്, ജോർജ് ഡി പീറ്റർ നല്ല പേര്, അഭിമന്യു, ഷാമി തിലകൻ, റസിൽ ഐസക്, ഇഷാൻ, ഷോക്കത്ത്, വിക്ടർ ഡി പീറ്റർ, ഇത്രയും പേരാണ് സിനിമ. ഏറ്റവും അവസാനം ഒരു ഫൈറ്റിംഗ് സീൻ ഉണ്ട്, അടിപൊളിയാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പം ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. അപ്പം ബൈ.